ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചക്കപ്പഴം കൊണ്ടാണ് ഒരു ഡിഷ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. നിങ്ങളെല്ലാം കഴിച്ചിട്ടുള്ളതായിരിക്കും. നമുക്കിവിടെ ചക്ക കിട്ടുന്നത് അപൂർവമാണ്. അപ്പോൾ ചക്ക കിട്ടിയപ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിഞ്ഞ ചക്കപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് റൈസ് ഫ്ലോറാണ്. ചെമ്പാവ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പുട്ടുപൊടിയായാലും എടുത്താൽ മതി. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ജാക്ക് ഫ്രൂട്ടിൻ്റെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് ജാക്ക് ഫ്രൂട്ട് ആ അരിപ്പൊടിയിലൊക്കെ വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നന്നായിട്ടിത് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ഒട്ടും നനവൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഇതൊന്ന് നനച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് നനച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ട് അത് നനച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നനവൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇത് പുട്ടുപൊടി ഒരു പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പുട്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണെന്ന്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഒരു പുട്ടുകുറ്റിയിൽ ഒരു ചില്ല് ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മൾ ആദ്യം ആ ചില്ല് ഇട്ട് കൊടുക്കുന്നു. അതിന് മുകളിൽ ഫ്രഷ് കോക്കനട്ടാണ്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കോക്കനട്ടിൻ്റെ അളവ് എത്ര വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ജാക്ക് ഫ്രൂട്ട് കൂടെ പൊടിയായി അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരിപ്പൊടി നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കണം. ഇത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരേ അളവിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരേ വലിപ്പത്തിലുള്ള പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ജാക്ക് ഫ്രൂട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിഷു പ്രമാണിച്ച് കേരള സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ് ചക്ക. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഒരു ഡിഷ് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചുള്ളൂ. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി കഴിച്ചിട്ടുള്ളവരായിരിക്കും. കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ ചക്കയുടെ സീസണാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഫ്ലേവറാണ്, നല്ല മണം വരുന്നുണ്ട്. ഇത് ആവിയിലിങ്ങനെ വേവുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ അത് ചക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കി കഴിച്ചിട്ടില്ലാത്തവരെല്ലാം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മൾ ആദ്യം ചക്കപ്പഴം ഇട്ട് കൊടുക്കുന്നു. അതിന് മുകളിലാണ് കോക്കനട്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയല്ലായിരുന്നു, തിരിച്ചായിരുന്നു. ആദ്യം കോക്കനട്ട് വെച്ചിട്ട് ജാക്ക് ഫ്രൂട്ടാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് ലാസ്റ്റ് വരുമ്പോൾ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ ഞാനൊരു പുട്ടുകുടത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ചൂടാവാനായിട്ട് ഒഴിച്ചിരുന്നു. അപ്പോൾ നന്നായിട്ടിത് ചൂടായി. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് മുകളിലൊരു ചെറിയൊരു അടപ്പും കൂടെ ഉണ്ട്, അതുകൂടെ വെച്ച് അടച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് വയ്ക്കാൻ. എന്നിട്ട് നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് സ്റ്റീം ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് 7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കിതൊന്നെടുത്ത് ഒന്ന് ഡീമോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ല ആവി പറക്കുന്ന ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ചൂട് പുട്ട് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ ചക്കപ്പഴമൊന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികളൊക്കെ ഇത് കഴിക്കും. ഇതിന് പ്രത്യേകിച്ച് ഇനി കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.